സ്വർണ്ണപ്പാളി വിഷയത്തിൽ BJPയുടെ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം നടക്കുകയാണ്. അവിടെ കലക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തിയ പ്രവർത്തകർ ബാരിക്കേഡിന് മുകളിൽ കയറിയപ്പോൾ മുദ്രാവാക്യം മുഴക്കുകയാണ്. വലിയ പ്രതിഷേധമാണ് BJPയുടെ പ്രവർത്തകർ ഉയർത്തുന്നത്. കൂടുതൽ വിവരങ്ങളുമായി സരീഷ് അവിടെ നിന്ന് ചേരുന്നു. സരീഷ്, എപ്പോഴാണ് സമരം ആരംഭിച്ചത്? ഇപ്പോഴും തുടരുകയാണോ? ഏതൊക്കെ നേതാക്കളാണ് നേതൃത്വം നൽകുന്നത്? മറ്റു വിവരങ്ങൾ എന്താണ്? അല്പസമയം മുൻപാണ് BJP പ്രവർത്തകർ പ്രകടനമായി കളക്ടറേറ്റിന് മുന്നിലേക്ക് എത്തിയത്. മുതിർന്ന നേതാക്കൾ AP അബ്ദുള്ളക്കുട്ടി, അതോടൊപ്പം തന്നെ ജില്ലാ അധ്യക്ഷ ML അശ്വിനി ഉൾപ്പെടെയുള്ള നേതാക്കൾ ഈ സമരത്തിന് മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു. അതിനിടയിലാണ് പിന്നീടിൽ നിന്നും ചില പ്രാദേശിക നേതാക്കൾ മുന്നിലേക്ക് വരികയും അവർ ഈ ബാരിക്കേഡിന് മുകളിലേക്ക് കയറുകയും ചെയ്തത്. രണ്ട് പ്രവർത്തകർ ഈ ബാരിക്കേഡ് മറികടന്ന് ഈ കളക്ടറേറ്റിലേക്ക് പ്രവേശിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചത്. അത് പിന്നാലെ തന്നെ കൂടുതൽ പ്രവർത്തകർ ഈ ബാരിക്കേഡിന് മുകളിലേക്ക് കയറുകയും അവിടെ നിന്ന് മുദ്രാവാക്യം വിളിക്കുകയും ചെയ്തു. ഇപ്പോൾ നേതാക്കൾ ഇടപെട്ട് പ്രവർത്തകരെ താഴേക്ക് ഇറക്കിയിട്ടുണ്ടെങ്കിൽ പോലും ബാരിക്കേഡ് മറിച്ചിടാനുള്ള നീക്കമാണ് ഇപ്പോൾ നടത്തുന്നത്. കാരണം വലിയ പ്രതിഷേധം സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിക്കും എന്ന് BJP നേതാക്കൾ നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. തങ്ങളുടെ പ്രതിഷേധം കൃത്യമായി ഈ സമരമുഖത്ത് ഉണ്ടാകും. അത് എത്രത്തോളം ഭക്തരുൾപ്പെടെയുള്ളവരെ അണിനിരത്തിക്കൊണ്ടായിരിക്കും ഈ പ്രതിഷേധം എന്നൊക്കെ നേതാക്കൾ അറിയിച്ചതാണ്. അത് എത്രത്തോളം വലുതാണ് എന്ന് കാണിക്കുന്നതിൻ്റെ ഭാഗമായാണ് ഈ സമരം എന്നും അവർ വ്യക്തമാക്കിയിരുന്നു. അതുതന്നെയാണ് ഇപ്പോൾ വീണ്ടും കാണുന്നത്. വീണ്ടും ഇപ്പോൾ ജലപീരങ്കി, രണ്ടാം തവണയും ജലപീരങ്കി പ്രവർത്തകർക്ക് നേരെ പ്രയോഗിക്കുകയാണ്. ഇപ്പോഴും ML അശ്വിനി ഉൾപ്പെടെയുള്ള ജില്ലാ നേതാക്കളെല്ലാം തന്നെ ആ സമരത്തിൻ്റെ മുന്നിലുണ്ട്. അവർക്ക് നേരെ ഉൾപ്പെടെയാണ് ഇപ്പോൾ ജലപീരങ്കി പ്രയോഗിക്കുന്നത്. ഇത് രണ്ടാം തവണ. പക്ഷേ പിരിഞ്ഞു പോകാനോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ആ സമരം രമ്യമായി പരിഹരിക്കാനോ അല്ലെങ്കിൽ ഉദ്ഘാടന ചടങ്ങിലേക്ക് കടക്കാനോ പോലും പ്രവർത്തകർ തയ്യാറായിട്ടില്ല, നേതാക്കൾ തയ്യാറായിട്ടില്ല. നഗരസഭ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ ഈ സമരത്തിൻ്റെ മുൻനിരയിൽ തന്നെയുണ്ട്. അവരൊന്നും തന്നെ പിന്നോട്ട് പോകാനോ ഈ പ്രകടനം അല്ലെങ്കിൽ പ്രകോപനം അവസാനിപ്പിക്കാനോ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. തുടർച്ചയായി പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചുകൊണ്ടേയിരിക്കുകയാണ്. സമരക്കാർ ഒട്ടും പിന്നോട്ട് പോകാൻ തയ്യാറായിട്ടുമില്ല. കൂടുതൽ പ്രവർത്തകർ ഈ സമരരംഗത്തേക്ക് അല്ലെങ്കിൽ ഈ പ്രകോപനവുമായി മുന്നോട്ട് വരുന്നൊരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. ഏതെങ്കിലും രീതിയിൽ ഈ പ്രവർത്തകരെ അനുനയിപ്പിക്കാൻ മുതിർന്ന നേതാക്കൾ തയ്യാറാകുന്നില്ല എന്നുള്ളതും നമ്മൾ ദൃശ്യങ്ങളിൽ നിന്നും കാണേണ്ടതാണ്. മുതിർന്ന പ്രവർത്തകരും അതോടൊപ്പം തന്നെ ML അശ്വിനി ഉൾപ്പെടെയുള്ളവർ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ML അശ്വിനി ഉൾപ്പെടെയുള്ളവർ ഈ മുദ്രാവാക്യം വിളിക്കുകയും ഈ ജലപീരങ്കി ഏറ്റുവാങ്ങുകയും ചെയ്യുന്നൊരു സാഹചര്യമുണ്ട്. എന്തായാലും വലിയ പ്രതിഷേധം സംസ്ഥാന വ്യാപകമായി ഉണ്ടാകും എന്ന് BJP പറഞ്ഞത് കൃത്യമായി കാസർഗോഡ് പ്രതിഫലിക്കുകയാണ്. പ്രത്യേകിച്ച് കാസർഗോഡ് ജില്ല എന്ന് പറയുന്നത് BJPക്ക് അല്പം കൂടി ശക്തിയുള്ള മേഖലയാണ്. അപ്പോൾ സ്വാഭാവികമായും ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ അത് കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കാനും അതോടൊപ്പം തന്നെ പ്രകോപനം ഉണ്ടാക്കാനുള്ള ശ്രമം BJPയുടെ ഭാഗത്തു നിന്നുണ്ടാവും എന്ന് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. കാരണം ഏതെങ്കിലും രീതിയിൽ പിന്നോട്ട് പോയാൽ അത് ഒപ്പം നിൽക്കുന്ന, അതായത് BJPക്ക് ഒപ്പം നിൽക്കുന്ന വിശ്വാസികളെ നഷ്ടപ്പെടുന്നൊരു സാഹചര്യം ഉണ്ടാകും എന്ന് BJPക്ക് കൃത്യമായി അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ളൊരു പ്രതിഷേധം അത് കൂടുതൽ ആളെ പങ്കെടുപ്പിച്ചുകൊണ്ട്, ഏതാണ്ട് 100ഓളം ആളുകൾ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. ആ ആളുകളെ മുഴുവനായി പങ്കെടുപ്പിച്ചുകൊണ്ട് ഈ പ്രതിഷേധ പ്രകടനം നടത്തുകയും. സരീഷ്, ഞാൻ തിരിച്ചു വരാം. കാസർഗോഡ് എന്നുള്ള കാര്യങ്ങളാണ് സരീഷ് വിവരങ്ങൾ നൽകുന്നത്. അവിടെ വലിയ സമരമാണ് നടത്തുന്നത് BJP സ്വർണ്ണപ്പാളി വിഷയത്തിൽ. നേതാക്കളടക്കമുള്ള ആളുകൾ കാസർഗോഡുണ്ട്. നമ്മൾ മറ്റുള്ള ഇടത്ത് നിന്ന് കാണുന്ന ദൃശ്യങ്ങൾ, മറ്റൊരു ബോക്സിൽ കാണുന്നത് കോഴിക്കോട്ടെ സമര ദൃശ്യങ്ങളാണ്. BJPയുടെ തന്നെ സമര ദൃശ്യങ്ങളാണ്. അവിടെയും പ്രവർത്തകരും നേതാക്കളും സജീവമായി തന്നെയാണ് പങ്കെടുക്കുന്നത്. രണ്ടിടത്തും പോലീസിൻ്റെ ജലപീരങ്കി പ്രയോഗമൊക്കെ ഉണ്ട്. പക്ഷേ അതിനു മുന്നിൽ കീഴടങ്ങാതെ അല്ലെങ്കിൽ പിന്നോട്ട് പോകാതെ BJP പ്രവർത്തകർ സമരം നടത്തുകയാണ്. കോഴിക്കോട് നിന്ന് അനൽക്ക സെയ്ദ് കൂടെ വിവരങ്ങൾ നൽകും. അനൽക്ക, അവിടെയും നേതാക്കളൊക്കെ ഉണ്ടോ സമരത്തിൽ? കുറേ നേരമായോ തുടങ്ങിയിട്ട്? സനീഷ്, അല്പനേരം മുമ്പാണ് കോഴിക്കോടുള്ള 3 കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ, അതായത് കോഴിക്കോട് സിറ്റി ജില്ലാ കമ്മിറ്റി, അതോടൊപ്പം തന്നെ റൂറൽ ജില്ലാ കമ്മിറ്റി, വടകര ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ കോഴിക്കോട് മാർച്ച് നടത്തുന്നത്. അതായത് ഈ ശബരിമലയിൽ നടന്ന ഈ സ്വർണ്ണ ദേവസ്വം മന്ത്രി VN വാസു
VN വാസവൻ രാജിവെക്കുക, ദേവസ്വം ബോർഡ് പിരിച്ചുവിടുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് BJPയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലൊരു കോഴിക്കോട് കളക്ടറേറ്റിലേക്ക് സംഘടിപ്പിച്ചത്. അതാണ് നൂറുകണക്കിന് പ്രവർത്തകരും സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള K. സുരേന്ദ്രനാണ് ഇത്തരത്തിൽ ഈ പ്രതിഷേധ സംഘം. ആദ്യഘട്ടത്തിൽ ഈ BJP പ്രവർത്തകർ ഈ ബാരിക്കേഡ് മറികടക്കാനുള്ള ശ്രമമുണ്ടായിരുന്നു. എന്നാൽ അല്പനേരം മുമ്പാണ് പോലീസ് ജലപീരങ്കി ഉപയോഗിക്കുകയും ചെയ്തിട്ടുള്ളത്. അതായത് നൂറുകണക്കിന് പ്രവർത്തകരാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ ശബരിമലക്കകത്ത് സ്വർണ്ണപ്പാളി വിവാദം അത് CBI അന്വേഷിക്കുന്ന ആവശ്യത്തോടെ ഇത്തരത്തിലൊരു സമരത്തിന് ആവശ്യമായി BJP പ്രവർത്തകരുടെ പ്രതിഷേധമായി എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പോലീസ് ഈ BJP പ്രവർത്തകരെ കവാടത്തിന് മുന്നിൽ തടയുകയും ചെയ്തു. അതിനുശേഷമാണ് പോലീസ് BJP സ്വർണ്ണപ്പാളി വിഷയത്തിൽ, ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിഷയത്തിൽ BJP പ്രവർത്തകർ സംസ്ഥാനത്ത് പലയിടത്തും വലിയ പ്രതിഷേധ സമരം നടത്തുകയാണ്. അവരുടെ കോഴിക്കോടും കാസർഗോഡും നിന്നുള്ള സമര ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. അവിടെ നിന്നാണ് സരീഷ് PKയും അനൽക സെയ്ദും വിവരങ്ങൾ നൽകിയത്. ഈ വിഷയത്തിൽ അതിശക്തമായിട്ടുള്ള സമരവുമായി മുന്നോട്ട് പോകണമെന്നാണ് BJP നിശ്ചയിച്ചിട്ടുള്ളത്. നമ്മൾ ആ സമര തീവ്രതയാണ് കോഴിക്കോട്ടും കാസർഗോഡും കണ്ടത്.